ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ഗ്രേവി മസാലൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിനെ കൊണ്ട് പല പല കറികൾ എങ്ങനെ ഉണ്ടാക്കണ്ടേ, അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടും, അടുത്ത വീഡിയോ ആയിട്ട് ഇടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് മുട്ടക്കറി നമുക്കതിലെങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, ലേശം കരിയാമ്പില, കുറച്ച് മല്ലിച്ചപ്പ്, 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാളില്ലോണ്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നമുക്ക് നോക്കാം. തയ്യാറാക്കേണ്ട ഇത് നോക്കാം. ഇത് ഇടുന്നതെന്ന് വെച്ചാൽ, തക്കാളി ഇടുന്നതെന്ന് വെച്ചാൽ അത് വെറും ഗ്രേവി ആകുമ്പോൾ അതിൻ്റെ മേലെ ഒരു കാണാനൊരു ഇത് വേണമല്ലോ കറി, അതുകൊണ്ടാണ് തക്കാളി ഉള്ളിയും വേണ്ടാന്ന് വെച്ചാൽ ആ ഗ്രേവി തന്നെ ഉണ്ടാക്കുക. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ. പിന്നെ എരിവ് നമ്മളെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നും അതിൽ എരിവ് ഇടാം. ചിലയാൾക്ക് എരിവ് കൂടുതൽ വേണമല്ലോ, ചിലയാൾക്ക് കുറവ് വേണം. അപ്പോൾ ഇത് ഇങ്ങനെ കട്ടാക്കി ചെറുതായി, അധികം വാട്ടണ്ട, ഇതിങ്ങനെ കട്ടാക്കി നമുക്ക് എടുക്കാം. അതേപോലെ ഉള്ളിയും ചെറുതായി കട്ടാക്കാം. ഗ്രേവിയാക്കി നല്ല ഡബ്ബയിൽ അടച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഉള്ളിയും തക്കാളിയും എടുത്ത് നമുക്ക് ചെയ്യാം. അടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മൾ അതിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാണാനൊരു ഭംഗിക്കാണെങ്കിൽ 1-2 മേലെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന കാണാം. ഒരു ശകലം എണ്ണ വയ്ക്കാം. ശകലം എണ്ണ മതി. എണ്ണ ചൂടാവട്ടെ. നമുക്ക് കരിയാൻ െല്ലാം ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ ഉള്ളി ഒന്ന് ചെറുങ്ങനെ, കൂടുതൽ വാടണ്ട, ഒരു ലൈറ്റായിട്ട്. അത് ഈ മസാലേൻ്റെ മേലെ ഇങ്ങനെ നമ്മുടെ ഉള്ളി ഇതെല്ലാം കാണാനായിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളി ഇടുന്നത്. ഈ ഉള്ളിയും തക്കാളി ഇടാണ്ട് തന്നെ നിങ്ങൾക്ക് മസാല ഇട്ടിട്ടാക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറി എടുക്കുമ്പോൾ അതിൻ്റെ മേലെ നല്ല ഒരു ഉള്ളിയും തക്കാളിൻ്റെ എല്ലാം ഒരു ഇത് കാണണം. അതൊരു ഭംഗിയാണല്ലോ. ലൈറ്റായിട്ട് വേണം. ഇനി നമുക്ക് അടുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടാത്ത ആൾക്കാർക്ക് ഒരു 2-3 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചെറുങ്ങനെ ഒന്ന് വേണം, കൂടുതൽ വേണ്ട, കുറച്ച്. ഇതാക്കി ഒരു ഉള്ളിയും തക്കാളിക്കും ഒരു ലേശം വേണ്ട, കുറച്ച് മഞ്ഞൾ, കൂടുതൽ വേണ്ട. നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടാണല്ലോ ഗ്രേവി ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഇത് ഓക്കെ ആയി
ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി മസാല ചേർക്കാം. ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഗ്രേവി അത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. ഉണ്ടാക്കി നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വലിയ സ്പൂണ് ഗ്രേവി വെച്ചിട്ടുണ്ട്. ഒരേ ഒരു സ്പൂണ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നന്നായി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇതെല്ലാം ഒന്ന് ഇളക്കി. അധികം ആവണ്ട, ഗ്രേവി ആദ്യം ആയിക്കഴിഞ്ഞാൽ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രേവി ആക്കിയ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അലുവ പോലെ ഉണ്ടാകുന്നില്ല, ഗ്രേവി ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 1/2 ഗ്ലാസ് വെള്ളം ഇട്ട്, കൂടുതൽ വെള്ളം ആക്കിയിട്ടില്ല, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി ഇതൊന്ന് നല്ലോണം പതക്കട്ടെ. ഉള്ളി വന്നിട്ട് ഉപ്പ് നോക്കാം. ഒരു ലേശം കുറവ്, ഒരു ഉപ്പ് നോക്കിയിട്ട് കൊടുക്കാം. ഉപ്പിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ മുട്ട 2 കഷ്ണാക്കിയിട്ടാണ് ഇടുന്നത്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മുടെ മുട്ട ഗ്രേവി മസാല കറി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിൽ ഇട്ടാം. പാത്രത്തിലേക്ക് ഇടാം. നല്ല സൂപ്പർ കട്ടിയുണ്ട്. കുറച്ച് ജാറ് ഒഴിച്ചാൽ മതി, നല്ല കട്ടിയിൽ കഴിക്കാം. പിന്നെ മസാല നിങ്ങൾ ആക്കി വെച്ച ഗ്രേവി മസാല ആക്കി ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കുന്ന സമയത്ത് നല്ല സ്പൂണ് ഉണങ്ങി സ്പൂണായിരിക്കണം. നനഞ്ഞ സ്പൂൺ ഇടറും. മസാല പിന്നെയും വെക്കുമ്പോൾ പിന്നെ കേടായിപ്പോവും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് മല്ലിച്ചപ്പ് കൊടുക്കാം. മുട്ട ഗ്രേവി മസാലക്കറി ആയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് തീർച്ചയായും എഴുതണം. എന്നാൽ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ അറിയിക്കുക.